നല്ലപോലെ കണ്ടോ, നോക്കുമ്പോഴേക്കും ആ ക്ലാരിറ്റി കൂടി വരുന്നുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക്, നല്ല ബ്ലാക്കായിട്ട് തന്നെ വരും ഇത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 വണ്ടിയുണ്ട് ബ്ലാക്ക്. ഒന്നെൻ്റെ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലറും ഉണ്ട്, ഒരു ഹുണ്ടായുടെ വെന്യൂ ഉണ്ട്. ഇത് രണ്ടും ബ്ലാക്കാണ്. ഒരുപാട് ആളുകൾക്ക് ഈ ബ്ലാക്ക് കളർ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ബ്ലാക്ക് കളർ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ബ്ലാക്ക് കളർ വണ്ടി നമ്മൾ തൂത്തും തുടച്ചൊക്കെ എപ്പോഴും കൊണ്ടു കിടക്കണം, എന്നാലേ അതിനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അതായത് നല്ല ഷൈനിങ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് കളർ വണ്ടി എപ്പോഴും നല്ല ഷൈനിങ് ആയിട്ട് ഇരുന്നാലേ ഉള്ളൂ ആ ഒരു ഭംഗി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഈ ട്രയംഫ് ആയാലും ഈ വെന്യൂ ആയാലും നമ്മൾ പോളിഷ് ചെയ്ത് നമ്മൾ കൊണ്ടുനടക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വണ്ടി പോളിഷ് ചെയ്യാൻ വേണ്ടി എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് ടർക്കിൾ വാക്സിൻ്റെ ജെറ്റ് ബ്ലാക്ക് പോളിഷാണ്. ഇതൊരു ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണ് കേട്ടോ, നമ്മുടെ ഇവിടെ ഉള്ളതല്ല, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഇവിടെ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഇല്ല, അത് ഇമ്പോർട്ടഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു 560 റുപ്പീസാണ് നമുക്ക് വരുന്നത്. ഇത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ പോളിഷ് ചെയ്യാൻ. ഇത് ഒരുപാട് വേണമെന്നൊന്നുമില്ല പോളിഷ് ചെയ്യാൻ, കുറച്ച് മതി. പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഷൈനിങ്ങും ഗ്ലോസിനെസ്സും നിലനിർത്താൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഈ 2 വണ്ടിയിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ഷൈനിങ് ആണ് കിടക്കുന്നത്. ഷൈനിങ് ആണ് നമുക്ക് ഇതുവരെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതൊരു ആപ്ലിക്കേറ്റർ പാഡാണ്. ഈ ആപ്ലിക്കേറ്റർ പാഡിൽ ജസ്റ്റ് ഈ 2-3 തുള്ളി ഇതെടുക്കുക. ഒരു സർക്കുലർ മോഷനിൽ, എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഒരു സർക്കുലർ മോഷനിൽ ഇത് ഫുള്ള് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേനും അത് തൂത്ത് കളയുക. എന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോട്ടിൽ ഓപ്പൺ ചെയ്യുക. കുറച്ച് ലിക്വിഡ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഇത് ഇത്ര മതിയാവും. ക്ലോസ് ചെയ്യുക. നമ്മുടെ ചെയ്യേണ്ട ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ ഞാൻ ക്ലീനാക്കി വെച്ചേക്കുവാണ്. ബ്ലാക്ക് വേണ്ട ഭാഗങ്ങളിൽ തൊട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ ഇത് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. യൂണിഫോമായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക, ബ്ലാക്ക് വേണ്ട ഭാഗങ്ങളിലൊക്കെ. വൃത്തിക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മൾ ബ്ലാക്ക് കളർ വരുന്ന എല്ലാ ഭാഗങ്ങളിലും ഇതാ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ക്രോം അങ്ങനത്തെ ഭാഗങ്ങളിലൊന്നും തേച്ച് പിടിപ്പിക്കാതിരിക്കുക. അതൊക്കെ അപ്പോൾ തന്നെ നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട്, ഇപ്പോൾ ബ്ലാക്ക് അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ അപ്പോൾ തന്നെ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ക്ലീനാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ തേച്ച് പിടിപ്പിച്ച ഭാഗം ഒന്ന് ഉണങ്ങണം, അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കളർ ഇങ്ങനെ ഫെയ്ഡായി നിൽക്കും കേട്ടോ. ഇപ്പോൾ ഈ കാറിൻ്റെ കളറും ഇതിൻ്റെ കളറും തമ്മിൽ വ്യത്യാസമില്ല, ഇതിങ്ങനെ ഫെയ്ഡായി. അപ്പോൾ ഈ ഗ്ലോസി ബ്ലാക്കിൻ്റെ ആ ഒരു പാട അതിൽ ഉണ്ടാവും. ഇനി വേണം ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇനി വേണം നമ്മളിതിന് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് മാറിയിട്ട് ഒരു കെമിക്കലിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ അതായത് ആ കെമിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു സ്മെല്ലല്ല, ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു കെമിക്കൽ സ്മെല്ല് വരും ഇതിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബഫ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, തൂക്കുമ്പോഴേ അത് ഇളകി പോരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കണ്ടീഷൻ. ഇത് കണ്ടോ, തൊടുമ്പോഴേ പോകുന്നുണ്ട്. ഇനിയാണ് നമുക്കിത് ബഫ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ബഫ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നല്ലപോലെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ബഫ് ചെയ്തെടുക്കാൻ നോക്കുക.
നല്ല സ്ക്രാച്ചൊന്നും ഇല്ലാതെ നല്ല ഇതായിട്ട് കിട്ടും. നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക, വെക്കുക, കണ്ടോ ഇപ്പം അത് പൊടി പോലെ പോകുന്നുണ്ട്. കണ്ടോ ഓഫ് ചെയ്യുന്തോറും നല്ല ക്ലാരിറ്റി ആയി വരുന്നതാണ്. നല്ലപോലെ തൂത്തെടുക്കുക കേട്ടോ. മൈക്രോ ഫൈബർ ക്ലോത്ത് ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും സ്ക്രാച്ചസ് വീഴത്തില്ല. മൈക്രോ ഫൈബർ ക്ലോത്ത് ആണെങ്കിലും നല്ലപോലെ കണ്ടോ തുവയ്ക്കുമ്പോഴേക്കും ആ ക്ലാരിറ്റി കൂടി വരുന്നുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക്, നല്ല ബ്ലാക്കായിട്ട് തന്നെ വരും ഇത്. അപ്പോൾ ഗൈസ് നമ്മുടെ പോളിഷിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ്. നല്ല അത് ഇൻ പേഴ്സൺ കാണുമ്പോഴാണ് കുറച്ചും കൂടി അറിയാൻ പറ്റുക. ക്യാമറയിൽ എന്തുമാത്രം അറിയാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ബ്ലാക്ക് ആയിട്ടുള്ള നമ്മുടെ വണ്ടികൾ, ബ്ലാക്ക് കളർ കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, രണ്ടിനും ആ ഗ്ലോസിനെസ്സും ആ ഷൈനിങ്ങും നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടർട്ടിൽ വാക്സിൻ്റെ ജെറ്റ് ബ്ലാക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഭയങ്കര ഹൈലി എഫക്റ്റീവാണ്, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ വണ്ടി വാങ്ങിച്ചപ്പോൾ എങ്ങനെയാണോ അങ്ങനത്തെ ആ ഒരു തിളക്കം നിലനിൽക്കും. മൊത്തത്തിൽ നല്ലതാണ്. ഇപ്പോൾ ഈ കാറാണെങ്കിലും കണ്ടില്ലേ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ബ്ലാക്കായിട്ട് കിട്ടും നമ്മുടെ വണ്ടി. 560 രൂപയാണ് ഇതിന്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബ്ലാക്ക് കളർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എന്നാൽ ഞാനിത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. ടേക്ക് കെയർ.